ഊരകം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും മുതിർന്ന അംഗങ്ങൾക്കുമായി ആദരം സംഘടിപ്പിച്ചു. ബാങ്ക് അങ്കണത്തിലാണ് ആദരം ഒരുക്കിയത്. സാഹിത്യകാരൻ CR ദാസൻ ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ തമ്മിലൊരു ബന്ധം ഇപ്പൊ ഞാൻ ഈ വിളക്കൊടുത്തുമ്പോ ഇങ്ങനെ ആലോചിച്ചു നോക്കി. ഒരു ദീപനാളം കൊളുത്തുവിൻ കൂട്ടരെ, ഒരു മഹാശക്തിയായി മാറാൻ എന്ന് ഞങ്ങൾ എല്ലാവർക്കും പാടിക്കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് ഇരുട്ടിനെ അകറ്റുകയും സ്നേഹവും സന്തോഷവും സമാധാനവുമുള്ള ഒരു ലോകം കിട്ടുകയും വേണം. പക്ഷെ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പത്രം വായിക്കുമെങ്കിൽ ഇന്ന് നമ്മൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുമെങ്കിൽ ഗാസയിൽ നടക്കുന്ന കൂട്ടക്കൊലകൾ, പട്ടിണി, ദാരിദ്ര്യം ഇതൊക്കെ തന്നെ ഇന്ന് ലോകത്താകമാനമുണ്ട്. നമ്മുടെ നാടിൻ്റെ ഒരു സന്തോഷം ഇന്ന് നമ്മളുടെ ഈ വാർഷികമൊക്കെ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ നവംബർ മാസത്തിൽ നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിതരാവാൻ പോവുകയാണ്. ബാങ്ക് പ്രസിഡന്റ് സിബിൻ ടി ചന്ദ്രൻ അധ്യക്ഷനായി. ബാങ്ക് 1-2 മാസത്തിനകം തന്നെ, ഈ വർഷത്തിനകം തന്നെ നമ്മുടെ പുതിയ സംരംഭമായിട്ടുള്ള ഹെൽത്ത് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം നടക്കുവാൻ പോവുകയാണ്. അതിൻ്റെ പഞ്ചായത്ത് ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മാസം തന്നെ ലഭിക്കും. തുടർന്ന് നീതി പോളിക്ലിനിക് എന്ന രീതിയിൽ 20ലധികം സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ സേവനം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ആണ് നമ്മൾ ആ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് എല്ലാ അവിടെ വരുന്ന ചിലവുകളിലും പ്രത്യേക ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. ബാങ്ക് വൈസ് പ്രസിഡന്റ് സുലജ സദൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, ഗ്രാമപഞ്ചായത്ത് അംഗം KB പ്രജിത്ത്, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് AS അൻവർ, ബാങ്ക് ഡയറക്ടർമാർ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC, +2, VHSC പരീക്ഷകളിൽ സംസ്ഥാന സിലബസിലും CBSE സിലബസിലും മികച്ച വിജയം നേടിയവർ, പ്രൊഫഷണൽ കോഴ്സുകളിൽ വിജയം നേടിയവർ, 80 വയസ്സ് പിന്നിട്ട ബാങ്ക് അംഗങ്ങൾ, സംസ്ഥാനതല കലാകായിക മത്സര വിജയികൾ എന്നിവരെ ചടങ്ങിൽ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു.